കേരളത്തിൻ്റെ വ്യവസായ ഭാവിയെക്കുറിച്ചുള്ള മുൻ വ്യവസായ മന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയ്ക്കും കേരളത്തിൻ്റെ വ്യവസായ ഭാവിയെ എങ്ങനെയാണ് മുന്നോട്ട് കാണുന്നത്? പോയവരൊക്കെ മടങ്ങി വരുമോ? അതാണ് നമ്മൾ കൂടെ ഉണ്ടായിരുന്ന യുവാക്കൾ പലരും പുറത്താണ്. അവരൊക്കെ ഇനി മടങ്ങി വരാൻ വഴിയുണ്ടോ? എന്താണ് നമ്മുടെ ഭാവി, നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഭാവി എന്താണ്? അത് ഞാൻ ഈ കൊച്ചു കേരളം അല്ലാന്ന് എപ്പോഴും പറയും. നമ്മൾ വലിയ കേരളമാണ്, എല്ലാത്തിലും നമ്മൾ വലിയ കേരളമാണ്. കേരളത്തിൽ ഞങ്ങളൊരു അടിത്തറ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതിന് മാറ്റം വന്നു. ഞാൻ തന്നെ പലപ്പോൾ റിട്ടേൺ മൈഗ്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ IBM ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കെയ്ൻസ് ടെക്നോളജി ജോലി ചെയ്യുന്നവർ, ഈ നമ്മുടെ EY ജോലി ചെയ്യുന്നവർ, ഇവർ പലരും ലോകത്തിൻ്റെ പല ഭാഗത്ത് ജോലി ചെയ്തവർ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ മൈഗ്രേഷനുമായിട്ട് താരതമ്യം ചെറിയ മൈക്രോസ്കോപ്പിക് പെർസെൻറ്റേജ് ആയിരുന്നു, പക്ഷേ ട്രെൻഡ് വരുന്നുണ്ട് റിവേഴ്സ്. നല്ല പൊട്ടൻഷ്യലാണ് കേരളത്തിനുള്ളത്. ഇപ്പോൾ AI വരും. നമ്മൾ ചിലർ പറഞ്ഞ AI ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന പ്രസംഗം നിങ്ങൾ പറയുന്നത് വൈറലാകുന്നുവെങ്കിൽ, ഇന്ത്യയിൽ ആദ്യമായി ജനറേറ്റീവ് AIയിൽ ഒരു കോൺക്ലേവ് നടത്തിയത് IBM ചേർന്ന് കേരളമാണ്. അല്ലാതെ ഇപ്പോൾ ഒരു പ്രസംഗത്തിലൂടെയല്ല കേരളത്തിലേക്ക് AI വരുമ്പോൾ. നമ്മൾ ആദ്യം ഇവിടെ നടന്നു, AIയുടെ ക്യാമ്പസ് കൊച്ചിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ വ്യവസായത്തിൽ കേരളത്തിന് നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പാരിസ്ഥിതികമായുള്ള എല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഹൈടെക് മാനുഫാക്ചറിങ് ഇതിന് സാധ്യതകളുണ്ട്. MSME ഞങ്ങൾ ഈ സൂക്ഷ്മ സംരംഭങ്ങൾക്ക് മിഷൻ 1000, മിഷൻ 10,000, മിഷൻ 1 lakh ഇങ്ങനെ വലിയ സ്കീമുകൾ വഴി MSME ഇപ്പം ഞങ്ങൾ തുടങ്ങുമ്പോൾ ബാങ്കിൻ്റെ ക്രെഡിറ്റ് 44,000 crores മറ്റോ ആയിരുന്നു MSME. ഞങ്ങൾ ഇറങ്ങുമ്പോൾ 1 ലക്ഷത്തിൽ കൂടുതൽ ലോൺ കേരളത്തിൽ MSMEകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അന്തരീക്ഷമുണ്ട്. ഇത് ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുപോകും. പബ്ലിക് സെക്ടറും 29 ലാഭത്തിലാണ്, പ്രൊഡക്ടിവിറ്റിയായി വലിയ ജോയിൻറ്റ് വെഞ്ചറിലേക്ക് വരുന്നുണ്ട്. ഞങ്ങളിട്ട അടിത്തറയിൽ നിന്ന് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് പോകാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല മാറ്റം ഉണ്ടാകും. ഞങ്ങൾ പോയ പോക്കിൽ പോയിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു 10 വർഷം കൊണ്ട് ലോകത്തിൻ്റെ തന്നെ ഹൈടെക് മാനുഫാക്ചറിങ്ങിൻ്റെയും നോളജ് ഇൻഡസ്ട്രിയുടെയും ഒരു ഡെസ്റ്റിനേഷനായി കേരളം മാറുമായിരുന്നു. ഇതായിരുന്നു ഞങ്ങൾ കണ്ടത്. ആ വഴിയിലേക്ക് തന്നെ ഇവർ പോകണം. കാരണം നാടിൻ്റെ താല്പര്യമാണല്ലോ പ്രധാനം. അതാണ് ഞങ്ങൾ ലക്ഷ്യം. സമ്പത്ത് സൃഷ്ടിക്കുന്നവരോടുള്ള ഒരുതരം അസഹിഷ്ണുത സമൂഹത്തിലില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം അത് ഒരു പക്ഷേ പണ്ടത്തെ കാലത്തിൻ്റെ ചില സമരത്തിൻ്റെ അവശേഷിപ്പുകളാവാം പല കാരണങ്ങളും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു യൂണിറ്റ്, നമ്മുടെ വീടിനടുത്തൊരു യൂണിറ്റ്, വ്യവസായ യൂണിറ്റ് വരികയാണെങ്കിൽ അതിനെതിരെ സംസാരിക്കാനും ആളുകളെ കൂട്ടം ചേർത്ത് നിൽക്കാനുമായിരിക്കും പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ. അതെങ്ങനെ കാണുന്നു? ഈ പഞ്ചായത്തുകളായിരിക്കും ഇതിനോട് ഏറ്റവും അധികം വിമുഖരായി നിൽക്കുന്നത്. ആ ഒരു മനസ്ഥിതിയുടെ എങ്ങനെയാണ് കാണുന്നത്? മൈൻഡ് സെറ്റ് പറഞ്ഞു. ഞങ്ങളൊരു കാര്യം ചെയ്തു, പഞ്ചായത്തുകൾക്ക് അവാർഡ് കൊടുത്തു. വ്യവസായ വകുപ്പ്, നിങ്ങൾ എത്ര തനത് വരുമാനം വ്യവസായം വഴി സൃഷ്ടിക്കുന്നു. ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും ഒരു ഓഫീസർ ഇട്ടു, ഇന്ത്യയാണ്. പഞ്ചായത്തുകൾ വിശ്വാസത്തിലെടുത്തു. പിന്നെ ഈ പറയുന്ന പ്രശ്നമുണ്ട്, നമ്മുടെ മൈൻഡ് സെറ്റിൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു പ്ലാന്റ് വരുന്നു, അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ചെന്ന് അവർ അവിടെ കൊടികുത്തിയാൽ അടുത്ത ആൾ കുത്തിയില്ലെങ്കിൽ ഇവർക്ക് പിന്തുണ കുറയുമെന്ന പ്രശ്നം വരും. ഇങ്ങനെ ചില പ്രാദേശികമായ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് പരിഹാരമായിട്ടാണ് ഞങ്ങൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊണ്ടുവന്നു. 44 കൊടുത്തു കേരളത്തിൽ. ആദ്യമായിട്ടാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക്. അപ്പോൾ അത് സെയിം സ്റ്റാറ്റസാണ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ. അപ്പോൾ അങ്ങനെ കുറേ മാറ്റം വന്നു. പിന്നെ നമ്മുടെ ഒരു ഡീപ്പ് റൂട്ടഡ് പ്രിസംഷൻ ഉണ്ട്. എൻ്റെ ഒരു പ്രധാന ജോലിയായിരുന്നു ഈ പ്രിസംഷൻ ഇടിച്ച് തകർക്കുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ വിശ്വസിക്കുന്ന കുറേ ട്രോളുകളൊക്കെ വരുന്നുണ്ടെങ്കിലും എല്ലാ വ്യവസായ സംഘടനകളും അതിൽ പോസിറ്റീവാണ്. അവർ ഒന്നിച്ച് തന്നെയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണിമുടക്ക് നടക്കുന്നത് കേരളത്തിൽ ഈ വാളയാർ ചുരം കഴിഞ്ഞാൽ കൊടിയുള്ളൂ എന്നാണ് പറയാം. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഡാറ്റ അനുസരിച്ച് ഏറ്റവും കൂടുതൽ പണിമുടക്ക് മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ 10 കേരളമില്ല. കേരളമില്ല. കഴിഞ്ഞൊരു 10-25 വർഷം എടുത്തോളൂ. പണിമുടക്കം മൂലം ഏത് ഗവൺമെൻറ് ഭരിച്ചോട്ടെ അടച്ചുപൂട്ടിയ ഒരു സ്ഥാപനമില്ല. അപ്പോൾ അത് മാറി. പിന്നെ നമ്മൾ കാണേണ്ടത് പ്രൈവറ്റ് ക്യാപിറ്റൽ, ഇവർ സ്വകാര്യവൽക്കരണമാണ്. ഇപ്പോൾ അതായില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പ്രൈവറ്റ് ക്യാപിറ്റൽ വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിനാണല്ലോ നമ്മളെല്ലാവരെയും കാണാനും ക്ഷണിക്കാനും ഇൻവെസ്റ്റ് സമ്മിറ്റൊക്കെ നടത്തുന്നത്. പക്ഷേ നിയന്ത്രണം ഗവൺമെൻറ് തന്നെ ആയിരിക്കണം. അത് മിനറൽസ് പ്രധാനമാണ്. അതൊരു പ്രധാനപ്പെട്ട മേഖലയാണ്.